വെൽക്കം ടു ബേക്ക് ഷോപ്പ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് ട്രഫിൾ ബോൾസ്. എങ്ങനെയാണ് നമുക്ക് ഒരു പൈസ ചിലവില്ലാതെ, അതായത് നമ്മൾ എന്തെങ്കിലും കേക്കുകളോ ക്രംബുകളോ കുക്കീസുകളോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസ് വെച്ച് നമുക്ക് എങ്ങനെയാണ് അടിപൊളി ഒരു ട്രഫിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ തവണ നമ്മൾ അപ്ലോഡ് ചെയ്ത അത് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയിൽ എനിക്ക് കുറച്ച് സ്പോഞ്ച് ലെഫ്റ്റ് ഓവർ ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണ് എഫിഷ്യൻ്റായിട്ട് ഞാനത് ട്രഫിൾ ബോൾ ഉണ്ടാക്കിയെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത്. ഇത്തവണ നമുക്ക് റെസിപ്പി ഇല്ല, കാരണം അത് ലെഫ്റ്റ് ഓവർ ആയിരുന്നുകൊണ്ട് നമുക്ക് റെസിപ്പി എൻ്റെ കയ്യിലില്ല. ലെറ്റ്സ് ഗോ ടു ദ ബേക്ക് ഷോപ്പ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ കേക്കിൻ്റെ ലെഫ്റ്റ് ഓവറാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യമേ തന്നെ അങ്ങോട്ട് നമ്മൾ ക്രംബിളാക്കും. നല്ലോണം കൈകൊണ്ട് സ്മാഷ് ചെയ്ത് ക്രംബിളാക്കും. മിക്സിയിലൊന്നും ഉണ്ടാക്കി മിക്സിയിലൊക്കെ ഇട്ടാൽ അരഞ്ഞു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കൈകൊണ്ട് തന്നെ നല്ലോണം ക്രംബിളാക്കി എടുക്കുക. അതിനുശേഷം ഞാനിടുന്ന പിസ്താച്ചിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇടുക അതിൻ്റെ അകത്ത്. പിസ്താച്ചിയോ ആണ് നല്ല കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഇടുന്ന പിസ്താച്ചിയോ. അതിനുശേഷം നമ്മൾ ചോക്ലേറ്റ് ഗനാഷ്. അപ്പോൾ നമ്മുടെ റിലയബിൾ ചോക്ലേറ്റ് ഗനാഷിൻ്റെ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഇതിൽ ഒഴിക്കാം. ചോക്ലേറ്റ് സോസ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ചോക്ലേറ്റ് സോസ് ഉപയോഗിക്കാം. അല്ലാത്തവർക്ക് നമ്മുടെ റിലയബിൾ ഗനാഷ് തന്നെ ഉപയോഗിക്കാം. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചെടുക്കാം കേട്ടോ. തണുപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല കട്ടയായിട്ട് കിട്ടും. ഞാൻ സ്കൂപ്പറാണ് ഇന്നും യൂസ് ചെയ്യുന്നത്, എന്നും പറയാറുള്ള പോലെ തന്നെ. അപ്പോൾ ഈക്വൽ അളവ് കിട്ടും നമുക്ക്. എല്ലാം നമുക്ക് ഈക്വൽ അളവിൽ തന്നെ സ്കൂപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കത് നല്ല റൗണ്ട് ബോളാക്കി എടുക്കാം. ഇനി നമുക്ക് പോപ്സിക്കിൾ സ്റ്റിക്ക് വെച്ച് കൃത്യം സെൻറ്ററിൽ തന്നെ കുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാം. നല്ല തണുപ്പുള്ളതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ സെറ്റ് ആയിക്കോളും. എന്നിട്ട് ഒരു പ്രാവശ്യം വച്ചിട്ട് ആ സ്ഥലത്ത് നമ്മളെടുത്ത് മാറ്റണം. അതായത് നമ്മളിപ്പം വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ അങ്ങനെ എടുത്തങ്ങ് മാറ്റണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലോട്ട് വിടുന്ന എക്സ്ട്രാ വരുന്നത് ട്രഫിൾ ബോളെ വരാതിരിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ട് ഒന്നുകൂടി ഡിപ്പ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റോടെ വെച്ചിട്ട് വീണ്ടും എടുത്ത് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു കാണാൻ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയാട്ടോ നമ്മൾ ആ വൈറ്റ് ചോക്ലേറ്റ് മുകളിൽ വെക്കുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളൊരു രസത്തിനും കാണാൻ ഒരു വൃത്തിക്കും വേണ്ടി നമ്മളൊരു വൈറ്റ് ചോക്ലേറ്റ് സ്ലാബിൻ്റെ മുകളിലാണ് വെക്കുന്നത്. എന്നൊക്കെയാണ് ഇത് രണ്ടാമത്തെ കോട്ടിങ് നമ്മൾ കൊടുക്കുമ്പോൾ എന്നാ ഷൈനിങ് ആണ്. അത് ആ തണുപ്പുള്ളതുകൊണ്ടാണ്, അതായത് ആ നമ്മളുണ്ടാക്കിയ ബോളിന് നല്ല തണുപ്പുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് സെറ്റാവുന്നത്. നിങ്ങളായിട്ട് നമ്മുടെ ട്രഫിൾ ബോൾസ് റെഡി ആയിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ഡെക്കറേഷനോടെ കൂടി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഏത് ലെഫ്റ്റ് ഓവർ ഉള്ള സാധനം പിള്ളേർ കഴിച്ചോളും കേട്ടോ. എന്നാ സെറ്റപ്പായിട്ട് ഇരിക്കുന്നതൊക്കെ. നൗ റെഡി ടു സെർവ്. താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ഇൻ ദ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് ബേക്കിങ്ങിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. See you next time.